കൽക്കി എന്ന സിനിമയുടെ ഡീറ്റെയിൽ റിവ്യൂ ആണത്. നോ ഹാംഫുൾ സ്പോയിലേഴ്സ്. ഒട്ടും സ്പോയിലാവാതെ പുതുപുത്തനായിട്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വേഗം പോയി സിനിമ കണ്ടിട്ട് പോയോ. ഇനി അതല്ല, ചെറിയ ചെറിയ അല്ലറ ചില്ലറ സിനിമയുടെ എക്സ്പീരിയൻസിനെ ബാധിക്കാത്ത സ്പോയിലേഴ്സ് കേട്ടാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി. മുന്നേ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയാണ്, ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ സിനിമ എവർ. അത് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും ഇനി കണ്ടന്റ് വൈസ് ആണെങ്കിൽ പോലും ബിഗ്ഗസ്റ്റ് ഇന്ത്യൻ സിനിമ എവർ. മഹാഭാരതത്തെക്കാൾ വലിയ കണ്ടന്റ് ഒന്നും ഇനി ഇന്ത്യൻ സിനിമയിൽ തന്നെ സംഭവിക്കാനില്ലെന്ന് അടിവരയിട്ട് പറയുന്നു. സാക്ഷാൽ ഗെയിം ഓഫ് ത്രോൺസ് വരെ എഴുതാൻ ജോർജ് ആർ മാർട്ടിനെ വരെ ഇൻസ്പയർ ചെയ്ത എപ്പിക്. മഹാഭാരതമൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയം എന്നും അധികരിച്ചിട്ടുണ്ട്. അത് ഇനി എടുത്ത പൊങ്ങൂലെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എടുത്ത പൊങ്ങും എന്ന് ഇവിടെ നാഗശ്വിൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ മഹാഭാരതം വന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏതൊരു സിനിമ കാണുമ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രൈം റൂളാണ്, ഇഫ് പോസിബിൾ വാച്ച് ഇൻ ഒറിജിനൽ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഞാൻ തെലുങ്കിലാണ് കണ്ടത്, വിത്ത് ലോഡ്സ് ഓഫ് പവർ പാക്ഡ് തെലുങ്ക് ഓഡിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതെ വയ്യ. സിനിമയുടെ തുടക്കത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയ വൈജയന്തി മൂവീസിന്റെ ഒരു ബാനർ കാണിക്കുന്നുണ്ട്. ആ ബാനർ കാണിക്കുമ്പോഴത്തേന് ഭയങ്കര കയ്യടിയായിരുന്നു തെലുങ്ക് ഓഡിയൻസിന്റെ വക. അതിനുശേഷം ആ ബാനറിൽ നിന്ന് നേരെ സിനിമയിലേക്ക് ഒരു കടത്തുണ്ട്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചിരുന്നു പോയി. അത് എത്ര പേര് ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു, നല്ല അടിപൊളി സാധനമായിരുന്നു അത്. ഇമ്മാതിരി ഒരു പടത്തിന് കൊടുക്കാൻ പറ്റിയ പെർഫെക്റ്റ് ഓപ്പണിംഗ് ഷോട്ട്. പിന്നെ ടൈറ്റിൽ സീക്വൻസിൽ മഹാഭാരതത്തിന് ശേഷമുള്ള 6000 വർഷങ്ങൾ, അതായത് 2898 AD വരെയുള്ള ഒരു 6000 വർഷങ്ങൾ ഒരു ആനിമേഷൻ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. 600 കോടി പടം, 500 കോടി സിനിമയ്ക്ക് ആദിപുരുഷ് എന്താണ് ചെയ്തു വെച്ചെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പൈസ മാത്രം പോരെ, വിഷനും കൂടി വേണം എന്നുള്ളതാണ് ഈ സിനിമ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഇത്രയും വലിയൊരു കാസ്റ്റിന് അവരുടെ ഒരു സാലറി കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പൈസക്ക് എങ്ങനെയാണ് ഇമാതിരി ഒരു പടം അവർ എടുത്തു വെച്ചതെന്നാണ്. കാരണം ഇതിൽ യാതൊരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല, എസ്പെഷ്യലി VFXന്റെ കാര്യത്തിൽ. അവിടെ ഇവിടെ ചില CGI ഷോട്ടൊക്കെ കുറച്ച് ബോറായെന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. എന്നാൽ അമിതാഭ് ബച്ചന് DAG ചെയ്ത് മാത്രം ശരിയായില്ല, അത് മാത്രം ഒരു കാർട്ടൂണിക് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ DAGing ടെക്നോളജി എന്ന് പറയുന്നത് ഈവൻ ഹോളിവുഡിൽ വരെ ഇപ്പോഴും 100% പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതൊരു ടെക്നോളജിയുടെ പരിമിതിയായിട്ട് നമുക്ക് കാണാം. സത്യം പറഞ്ഞതിൽ മഹാഭാരത സീൻസ് 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പൃഥ്വിരാജിന്റെ ടിയാൻ എന്നുള്ള സിനിമയിൽ 5 മിനിറ്റ് ലാസ്റ്റ് കാണിച്ചിരുന്നു. അത് ഓർമ്മ എല്ലാവർക്കും, അങ്ങനത്തെ ഒരു സീനായാലും ഉണ്ടായിരുന്നു. അതുപോലൊക്കെയാണ് ഞാനത് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ സർപ്രൈസിങ്ങിൽ ഇതിൽ ഒരുപാട് സീനുകളുണ്ട്. അത് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ സീനൊക്കെ തന്നൊരു ഹൈ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. ഡ്യൂണ്, സ്റ്റാർ വാർസ്, ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി, മാഡ് മാക്സ്, ഇതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് ആ 2898 AD അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻസ്പിറേഷൻ, കോപ്പി, രണ്ട് വാക്കിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഇതിന് മനസ്സിലാവും. അതായത് ഇത് കാണുമ്പോൾ ഇത് അതന്നെ എടുത്തു വെച്ചിരിക്കല്ലേ എന്ന് അവർ പറയിപ്പിച്ചിട്ടില്ല ഈ സിനിമയിൽ എവിടെയും. നമുക്കുണ്ടോ ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ക്യാമിയോസ് ഉണ്ട് ഈ പടത്തിൽ, പലതും ഇപ്പോൾ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഇതിൽ മിക്ക ആൾക്കാർ ജസ്റ്റ് വന്നു പോകുന്നേ ഉള്ളൂ. ഇമാതിരി ഒരു പടം ഇവിടെ നടക്കുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവണം എന്നൊരു മൈൻഡിലേക്ക് വന്ന പോലെ. ബ്രഹ്മാനന്ദം, മൃണാൽ താക്കൂർ, ഡയറക്ടർ രാം ഗോപാൽ വർമ്മ, പിന്നെ രാജമൗലിയുടെ സീനൊക്കെ അവർ അടിപൊളിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. രാജമൗലിയും പ്രഭാസും തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ നല്ല ഫണ്ണിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ തെലുങ്കന്മാരുടെ സ്വന്തം വിജയ് ദേവരകൊണ്ടക്ക് നാഗശ്വിൻ കൊടുത്തൊരു റോള് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അന്തം വിട്ടിരുന്നു പോയി. അമ്മാതിരി അൾട്ടിമേറ്റ് റോളായിരുന്നു അത്. സിനിമ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വിജയ് ദേവരകൊണ്ടിനെ സിനിമയിൽ കൊണ്ടുവന്നതേ നാഗശ്വിനാണ്. നാഗശ്വിന്റെ തന്നെ ഫസ്റ്റ് പടമായ എവിടെ സുബ്രഹ്മണ്യത്തിലാണ് വിജയ് ദേവരകൊണ്ട് ഈ സിനിമയിൽ വരുന്നത്. ആ സിനിമയെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അടിപൊളി ഫീൽ ഗുഡ് സിനിമയാണ്, അത് ആരും മിസ് ചെയ്യരുത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം DQ ദുൽഖർ സൽമാൻ ചെയ്തത് വളരെ ചെറിയ റോളാണെങ്കിൽ പോലും അതൊരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ്. വരാനിരിക്കുന്ന പാർട്ടുകളിൽ ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. എന്നെ നെട്ടിച്ച് അതൊന്നുമല്ല, 90% തെലുങ്ക് ഓഡിയൻസ് ആയിട്ട് നിറഞ്ഞ തിയേറ്ററിൽ DQനെ കാണിച്ചപ്പോൾ കിട്ടിയ ഒരു കയ്യടി ഉണ്ട്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സീതാരാമൻ എന്നുള്ള പടം ഉണ്ടാക്കിയൊരു എഫക്റ്റ് ആണത്. പിന്നെ നമ്മുടെ സ്വന്തം ശോഭന, ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ശോഭന ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്, നല്ലൊരു കിടിലം റോൾ തന്നെയാണ് ശോഭന ചെയ്തിരിക്കുന്നത്. ഇതിലെ ക്ലൈമാക്സിൽ ഒരു കിടിലും ആക്ഷൻ സീക്വൻസ് ഒക്കെ ശോഭനയ്ക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ടി ഇവർ ആരുമില്ല, അതൊരു സർപ്രൈസും പാക്കേജ് ആയിരുന്നു. അന്നാബൻ കിഡിലോസ്കർ റോള്, അന്നാബനുള്ള സീനിലൊക്കെ അവർ സീന് കയ്യിലെടുത്തിട്ടുണ്ട്. അവരുടെ ആക്ഷനും അടിപൊളിയായിരുന്നു. സിനിമയിൽ ഉണ്ടെന്ന് അറിയായിരുന്നെങ്കിലും ഇത്രയും ഒരു അടിപൊളി റോളായിരിക്കും പ്രതീക്ഷിച്ചതേ ഇല്ല. അവരൊരു വണ്ടി എടുത്ത് പോകുന്ന സീനൊക്കെ ഒരു മേക്ക് ചെയ്തിരിക്കുന്ന രീതി ഉണ്ട്, കിഡിലായിരുന്നു അതൊക്കെ. പിന്നെ പടത്തിലെ ഇമ്പോർട്ടന്റ് റോളായിരുന്നത് ബുജ്ജി. കീർത്തി സുരേഷ് ആണ് ഇതിൽ വോയിസ് കൊടുത്തിരിക്കുന്നത്, പ്രഭാസിന്റെ ഭൈരവയുടെ സന്തത സഹചാരി. സിനിമയിൽ ഉടനീളം ബുജ്ജിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ തന്നെയാണുള്ളത്. ഈവൻ ക്ലൈമാക്സിൽ വരെ ബുജ്ജിക്ക് നല്ലൊരു റോളുണ്ട്. ഭൈരവിയും ബുജ്ജിയും കണ്ടുമുട്ടിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് BNB എന്നുള്ള സീരീസ് കണ്ടാൽ മതി. അതിനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റ് ഈ പേജിൽ തന്നെ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രഭാസിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇതിലെ ഭൈരവ എന്നുള്ള ക്യാരക്ടർ. അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പടത്തിൽ ഏകദേശം ഒരു 25 മിനിറ്റോളം കഴിയുമ്പോഴാണ് പ്രഭാസ് സിനിമയിൽ വരുന്നത്. പക്ഷേ ആ ഇൻട്രോ സീന് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയത്. അത്
കറക്റ്റ് ഒരു ഫാൻസിന് വേണ്ടി എടുത്ത സീൻ പോലെ തോന്നി. പക്ഷെ അത് ഭയങ്കര ലെങ്തി ആയിരുന്നു, അതാണ് എനിക്ക് പ്രശ്നം തോന്നിയത്. അത് കുറച്ചും കൂടി ട്രിം ചെയ്യായിരുന്നു എനിക്ക് തോന്നി. ആ ഒരു സീനിലെ മാത്രം കോമഡികൾ എനിക്ക് ഒട്ടും വർക്കായില്ല. അത് കുറെ പേര് അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു. രണ്ടാമത്തെ സീനിൽ നമ്മൾ വിചാരിച്ചത്ര ചിരിയൊന്നുമില്ല. പ്രഭാസിന്റെ ആ ഒരു ക്യാരക്ടർ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഏത് ലെവലിലേക്ക് എത്താൻ പോകുന്നൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതാ പറഞ്ഞത്, ഇതിൽ എല്ലാവർക്കും അടിപൊളി റോളാണ്, ഒരാൾക്ക് പോലും മോശമായിട്ടില്ല. അമ്മാതിരി ക്യാരക്ടറൈസേഷൻ ആണ് നാഗേഷും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ, പുള്ളി അശ്വത്ഥാമ എന്നുള്ള റോളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, സ്ട്രെയിറ്റ് ഫ്രം മഹാഭാരത. എന്താ പറയാ, ലൈഫ് ടൈം റോള് അങ്ങനെ തന്നെ പറയണം. പുള്ളി 81 വയസ്സിലാണ് ഈ റോള് ചെയ്തു വെച്ചിരിക്കുന്നത്. സ്ക്രീനിൽ വരുമ്പോൾ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് കാരണം നമുക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ട്. അതിനനുസരിച്ച് നാഗേശ്വരൻ അത് മേക്കും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അതൊക്കെ കണ്ട് തന്നെ അറിയാം. ഇതിന്റെ ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുള്ള അശ്വത്ഥാമാവും ഭൈരവിയും തമ്മിലുള്ള ഒരു ഡെസേർട്ടിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. അതാണ് ഈ സിനിമയിൽ ഏറ്റവും മികച്ച ആക്ഷൻ സീക്വൻസ്. അതാ സൗണ്ട് എഫക്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഒരു അൾട്ടിമേറ്റ് സീനായിരുന്നു അത്. പിന്നെ ദീപിക പദുക്കോൺ, അവർക്കും ആ കിടിലൻ റോള് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ പടത്തിന്റെ ഒരു വേൾഡ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഹൈ ആവുന്ന ഇതിന്റെ ഇന്റർവെൽ പോർഷനിലാണ്. ആ ഇന്റർവെൽ സീനിന്റെ ഹൈ കൊണ്ടുപോയത് ദീപികയാണ്. അവരാ സീൻ അങ്ങോട്ട് ഓൺ ചെയ്തു. പിന്നെ സാക്ഷാൽ ഉലകനായകൻ കമൽ ഹാസൻ, പുള്ളി ഇതിലൊരു എക്സ്റ്റെൻഡഡ് ക്യാമിയാണ്. അധികം സീനുകളിൽ പുള്ളി ഇതിൽ വരുന്നില്ല, പക്ഷെ അടുത്ത പാർട്ടിൽ തീ പാറും മോനെ. കമൽഹാസൻ ചെയ്ത സുപ്രീം ആസ്കിൻ എന്നുള്ള റോള് എനിക്ക് സത്യം പറഞ്ഞാൽ ലോർഡ് ഓഫ് ദ റിംഗ്സിൽ നമ്മുടെ സോറോൺ, അതുപോലെ ഹാരി പോട്ടറിലുള്ള വോൾഡമോർട്ട്, ഇതുപോലത്തെ ഒരു ഡാർക്ക് പവർ അങ്ങനത്തെ ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇവരൊക്കെ ഒരു എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവസാനം അതൊരു സിനിമയുടെ ഒക്കെ അവസാനം എത്തുമ്പോഴാണ് ഇവർക്ക് പവർ കിട്ടി ഇവർ ഉണരുന്നത്. അതുപോലെ തന്നെയാണ് കമൽഹാസൻ ഇതിൽ വെയിറ്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ മിഡ് ക്രെഡിറ്റ് സീനിൽ ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇനി വരാനുള്ളതാണ് ഐറ്റം എന്നതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സുപ്രീം ആസ്കിൻ എന്നുള്ള റോളിന്റെ 5% പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിന്റെ മ്യൂസിക് സന്തോഷ് നാരായണൻ, പുള്ളിക്ക് കഴിയുന്ന പോലെ മികച്ചതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജാതി ലെവൽ പടത്തിന് അത്രയും മതിയോ? പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് കുറഞ്ഞതൊരു കീരവാണി അല്ലെങ്കിൽ AR റഹ്മാനെങ്കിലും വേണമായിരുന്നു. കാരണം പല മികച്ച സീനുകളിലും ഒരു എപ്പിക് ബീജം ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരു എപ്പിക് ഫീൽ കിട്ടാണ്ട് പോയി. കീരവാണി ബാഹുബലി ചെയ്തു വെച്ച ലെവൽ മ്യൂസിക് ആയിരുന്നു ഇതിന് വേണ്ടിയിരുന്നത്. അത് ഈ പടം അർഹിക്കുന്നുണ്ടായിരുന്നു. മേ ബി നെക്സ്റ്റ് പാർട്ടിൽ സന്തോഷ് നാരായണൻ അടിപൊളിയാക്കുമായിരിക്കും. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പക്ക വേൾഡ് ബിൽഡിംഗ് ആണ്, അത് ഇന്നവിറ്റബിൾ ആണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴാണ് ഇത് ഹൈ ആവുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ ഒറ്റ പോക്കാണ്, അവസാനം വരും ഹൈ വോൾട്ടേജ്. ഫസ്റ്റ് ഹാഫിൽ ഇതിലെ കോംപ്ലക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റും അത് കോംപ്ലക്സിന് പുറത്തുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. പലരും പറയുന്നത് കേട്ട് ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളിയെന്ന്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഫസ്റ്റ് ഹാഫിൽ ടൈം എടുത്ത് ആ വേൾഡ് ബിൽഡിംഗ് ഒക്കെ നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് നമുക്ക് അടിപൊളിയായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പോലെ തന്നെ ഈക്വലി അടിപൊളിയാണ്. കാശി എന്ന സിറ്റിയിലെ ലൈഫും കോംപ്ലക്സ് എന്നുള്ള കോൺസെപ്റ്റും അവിടുത്തെ ആൾക്കാരുടെ ജീവിതവും അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒട്ടും റഷ് ചെയ്യാതെ തന്നെയാണ് ഈ 3 മണിക്കൂർ സിനിമയിൽ കാണിച്ചത്. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അത്രയും ക്രിസ്പായിട്ടുള്ള എഡിറ്റിംഗ് ആണ്. ഇതിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് മാജിക്കൽ എഡിറ്റിംഗ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു നമുക്ക് എവിടെ ഇത് റഷ് ചെയ്തെന്ന് തോന്നില്ല. എല്ലാം ടൈം എടുത്തിട്ട് തന്നെയാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാൽ നമുക്ക് എവിടെ ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നുമില്ല. പെട്ടെന്ന് കഴിയും. 3 മണിക്കൂറൊന്നും പോയതേ അറിഞ്ഞില്ല. കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമ അവസാനിച്ചത്. ആ ഒരു യൂണിവേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൈലറ്റ് എപ്പിസോഡ് അതാണ് ഈ സിനിമ. നാഗശ്വിന്റെ വൈഫ്, അവരുടെ സിസ്റ്റർ, അവരുടെ ഫാദർ എന്നിവരൊക്കെയാണ് ഈ വൈജന്തി മൂവ്സിന്റെ ഓണേഴ്സ്. അതുകൊണ്ട് തന്നെ നാഗശ്വിന് ക്രിയേറ്റീവ് ഫ്രീഡം നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. യാതൊരു കോംപ്രമൈസും അവർ ഈ സിനിമയിൽ വരുത്തിയിട്ടില്ല. ലൈക്ക് നാഗി സെഡ്, ദിസ് ഈസ് വാട്ട് ഇന്ത്യ ഡിസേർവ്സ് നൗ. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്.